നമസ്കാരം. ലോകത്തെ അത്യാധുനികമെന്ന് വിശേഷിക്കപ്പെടുന്ന അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും അപ്രസക്തമാക്കി ഇറാൻ്റെ മിസൈലുകൾ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ പതിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദശകങ്ങളായി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നിർമ്മിച്ചെടുത്ത സുരക്ഷാ കവചങ്ങളെ എങ്ങനെയാണ് ഇറാൻ ഭേദിച്ചത് എന്നത് സൈനിക വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുന്നു. ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ പ്രഹരശേഷിയും അവ പ്രയോഗിച്ച തന്ത്രപരമായ രീതിയുമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം. പശ്ചിമേഷ്യയിലെ യുദ്ധസമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് പോലും. അമേരിക്കയുടെ പക്കലുള്ള പാട്രിയറ്റ്, താഡ് തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുവാൻ ഇറാൻ പ്രധാനമായും ഉപയോഗിച്ചത് സാച്ചുറേഷൻ സ്ട്രൈക്ക് എന്ന തന്ത്രമാണ്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിക്കുന്നതിലൂടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും അവയുടെ പ്രവർത്തനശേഷിയെ മറികടക്കുകയും ചെയ്യുക എന്നതാണ് ഈ രീതി. ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രതിരോധ സംവിധാനത്തിന് ഒരേ സമയം കൈകാര്യം ചെയ്യാവുന്നതിലും കൂടുതൽ ലക്ഷ്യങ്ങൾ ആകാശത്ത് സൃഷ്ടിക്കുന്നതിലൂടെ ചില മിസൈലുകളെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഇറാൻ ഉറപ്പുവരുത്തി. വില കുറഞ്ഞ ഡ്രോണുകളെ ആദ്യം വിക്ഷേപിച്ച് അമേരിക്കൻ റഡാറുകളെയും ഇൻ്റർസെപ്റ്റർ മിസൈലുകളെയും തിരക്കിലാക്കിയ ശേഷം പിന്നാലെ അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് താവളങ്ങളിൽ പ്രഹരമേൽപ്പിക്കുവാൻ ഇറാൻ മുതിർന്നത്. ഇറാൻ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ച മിസൈലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫത്താഹ് എന്ന ഹൈപ്പർസോണിക് മിസൈലാണ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ആകാശത്ത് വെച്ച് ദിശ മാറ്റാൻ കഴിയുന്നവയാണ്. അതിനാൽ തന്നെ ഇവയുടെ സഞ്ചാരപഥം മുൻകൂട്ടി പ്രവചിക്കുവാനോ പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുവാനോ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. കൂടാതെ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഖൈബർ ഷെക്കാൻ, ഇമാദ് തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ മിസൈലുകൾക്ക് അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങൾ ഉള്ളതിനാൽ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. മറ്റൊരു പ്രധാന വെല്ലുവിളി ഇറാൻ്റെ ക്രൂയിസ് മിസൈലുകളായിരുന്നു. താഴ്ന്നു പറക്കുന്ന പാവയെ പോലെയുള്ള ക്രൂയിസ് മിസൈലുകൾ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ചാണ് താവളങ്ങളിൽ പതിച്ചത്. പർവ്വതങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഇടയിലൂടെ താഴ്ന്നു പറക്കുന്നതിനാൽ ഇവയെ കണ്ടെത്തുവാൻ നിലത്തുള്ള റഡാറുകൾക്ക് പ്രയാസമാണ്. കൂടാതെ ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അമേരിക്കൻ റഡാറുകളെ ജാം ചെയ്യുവാനും ഇറാന് സാധിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇതിലൂടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലുകളെ കൃത്യസമയത്ത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ചുരുക്കത്തിൽ, സാങ്കേതിക തികവും തന്ത്രപരമായ ആസൂത്രണവും ചേർന്നപ്പോഴാണ് അമേരിക്കൻ പ്രതിരോധം ഭേദിക്കുവാൻ ഇറാന് കഴിഞ്ഞത്. കേവലം വേഗത മാത്രമല്ല, മിസൈലുകളുടെ എണ്ണവും അവയുടെ സഞ്ചാര രീതിയിലെ വൈവിധ്യവും അമേരിക്കൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയായി. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നതാണ് ഈ സംഭവം. വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുവാൻ അമേരിക്ക നിർബന്ധിതരാകുമെങ്കിലും ഇറാൻ്റെ മിസൈൽ കരുത്ത് മേഖലയിലെ ശക്തി നിലയിൽ വലിയ മാറ്റങ്ങൾ ഇതിനോടകം വരുത്തി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.